സ്വന്തം പിതാവ് മകനെ കുറിച്ച് അവർ ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ അൻവർ വഴിയിൽ നിന്ന് കോൺഗ്രസിൽ കയറി എന്നാണ്. ആ സംസ്കാരമാണ്. പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. പാർട്ടി അതെല്ലാം സമ്മതിച്ചത് പറഞ്ഞ CM പറഞ്ഞ കറക്റ്റാണ്. ഇതായിരുന്നു ഒരു വിഷമമില്ല. മനസ്സിലായോ? രണ്ട് കാര്യത്തെ വിഷമമില്ല. ഒന്ന് ഈ പറഞ്ഞ കാര്യം, ഇത് ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടു. പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല നിയമപരമല്ലെങ്കിൽ അതിന്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല. ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരുണ്ടല്ലോ, കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേൾക്കുന്നുണ്ടല്ലോ. എന്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം 7 കൊല്ലായി. ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെന്റാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു. ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല, ചില്ലറ റീറ്റെയിനിങ് വാളുകളും സ്ട്രെങ്തനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതിന്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിന്റെ പ്ലാനായി, അതിന്റെ ഡിസൈനായി, റീറ്റെയിൻ വാളിന്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനാക്കി GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട CMന്റെ ഓഫീസിന്റെ ടേബിളിന്റെ മുമ്പിലാണ് 3 ദിവസമായിട്ട്. നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംസ്ഥാന ഹെഡ് ഡോക്ടർ കുര്യാക്കോസ, നെറ്റിലുണ്ട് ആ നമ്പർ, നിങ്ങൾ വിളിച്ചു വെക്കി. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടെങ്കിൽ എനിക്ക് ആ പാർക്ക് തുറക്കാൻ കഴിയുള്ളൂ. ആ ഫയൽ ടേബിളിൽ ഇരിക്കുമ്പോഴാ ഞാൻ ഈ കാര്യം പറയുന്നത്. എന്താ എനിക്ക് 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നെ സംബന്ധിച്ച വിഷയമല്ല, അവർ ചെയ്യുന്നത് ചെയ്യട്ടെ. ഞാൻ ഈ സർക്കാരിൽ നിന്ന് ഒരു മുട്ടുസൂചിന്റെ ഒരു കാലിച്ചായ ഞാൻ കുടിച്ചിട്ടില്ല. 1 രൂപ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് എടുക്കുന്നില്ല. MLA ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം. ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത് നിങ്ങൾ നോക്കണം. നിങ്ങൾ പരിശോധിക്ക്. എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട്. നിരവധി അനവധി ചികിത്സക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട്. അതെടുത്ത് പോകാൻ പറയും. ഒരു പാരാസെറ്റമോൾ ഈ 8 കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവില് ഒരു പാരാസെറ്റമോൾ PV എന്നവർ വാങ്ങിയിട്ടുണ്ടെന്ന് പറയും. ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാനക്കോടി റുപ്യകളൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത്. ഗതിയില്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്. മനസ്സിലായോ? ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത്. ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പണ്. ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അനുവദിച്ചിട്ടില്ല, ഒരു പാരാസെറ്റമോൾ അഞ്ഞൂറ് വാങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂല. നിങ്ങൾക്ക് എന്താ മാന്തണോൻ? എവിടെ മല? എവിടെ മല? ഇപ്പൊ ഒന്ന് പോകും നിങ്ങൾ കടമ്പയില്. ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക്. നിങ്ങൾ വെള്ളം മുട്ടിച്ചു ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ. ഒന്ന് പോയി ചോദിക്കും നിങ്ങൾ, അവർ വെള്ളം കൂടി മുട്ടിച്ചൊക്കെയാണോ, അവർക്ക് വെള്ളം കൊടുത്താണോന്ന്? ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ, ഇതെല്ലാം ഇവിടെ നിൽക്കുക. ആദ്യം നിങ്ങൾ എന്താക്കി? എന്നെ വേറെയുള്ള താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി, മലമാന്തുന്നവനാക്കി, പലരിൽ നിന്നും പണം വാങ്ങി, എന്റെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങി, പത്രമാധ്യമ പ്രവർത്തനം നടത്തി സ്വന്തമായി കാറ് വാങ്ങിയ 3-4 ആളുകളുണ്ട് കേരളത്തില്. നിങ്ങൾക്കറിയോ? നിങ്ങളിൽ നല്ലവരുണ്ടാവും. ആ വായിച്ചെരിപ്പിട്ട് കിടക്കുന്ന പത്രപ്രവർത്തകനെ ഇവിടെ കണ്ടു. അങ്ങനത്തെ സാധുക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരും ഇവർക്ക് കൂട്ടാണ് കേരളത്തിൽ. അതുകൊണ്ടാണ് ഒരു സാധനവും പുറത്തു വരാത്തത്. ഒന്നും വരില്ല, ഇവര് മൂടി വെക്കും. ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. ഇത് ആർക്കാ നഷ്ടം? കേരളത്തിലെ ജനങ്ങൾക്ക് നഷ്ടം. ഈ തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർക്ക് അടിമയായി നിൽക്കാതെ ഈ നാട്ടിൽ ഒരു വിഷയവും ഇവിടെ റേസ് ചെയ്യാൻ സാധിക്കൂല. ഒരുവിധപ്പെട്ടവന്റെ ഒക്കെ മടിയിൽ കനുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് ജനങ്ങളോട് പറയാനുള്ളത്. അത് നിലമ്പൂരിൽ 5-ാം തീയതി ഞാൻ വിശദീകരിക്കും എന്റെ രാഷ്ട്രീയം. അത് വലിയ പരസ്യം കൊടുത്ത് സ്റ്റേജ് കെട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി രാജ്യം മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ചിട്ട് ഒന്നുമില്ല. ഒരു മേശടും, അതിന്റെ മുകളിൽ ഒരു മൈക്ക് എടുക്കും, PV എന്ന് പറയുന്ന മുകളിൽ കയറി സംസാരിക്കും. ജനങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ. ജനങ്ങൾ വരണമെങ്കിൽ എനിക്കെന്താണ്? ഈ മനുഷ്യർക്ക് വേണ്ടിയായി പറയുന്നത്.
ഇവർക്കാർക്കും ഇതിൽ താല്പര്യമില്ല. ഇനിയും ഈ കോഴി ബിരിയാണിയും മന്തിയും കടിച്ച് ഈ മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് കേരളത്തിലെ യുവജയുടെ തീരുമാനമെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെ ഞാൻ തീരുമാനിക്കും.